എന്തായാലും അബ്ബാസ്, ഏറ്റവും പുതിയൊരു വിവരം എന്നുള്ളത് അവിടെ ഖത്തർ അമീറുമായുള്ള ആശയവിനിമയം മറ്റ് രാജ്യങ്ങളിലെ തലവന്മാർ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായ ഒരു ചർച്ച, നിലവിലുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള ഒരു ചർച്ച, സ്വാഭാവികമായി എപ്പോഴും ഖത്തർ ഒരു പ്രശ്നം വന്നാൽ അതിനൊരു മധ്യസ്ഥത വഹിക്കുകയും ആ പ്രശ്നം മഞ്ഞുരുക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യാൻ മുൻകൈ എടുക്കുന്ന ഒരു രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തർ എപ്പോഴും നമ്മൾ മുന്നിൽ കാണാറുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു സാധ്യത ഇനിയും മുന്നിൽ നമ്മൾ കാണുന്നുണ്ടോ ഇപ്പോൾ? ഇത്തരമൊരു വലിയ സംഘർഷത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ അതിൽ ബാക്ക് ഡോർ ഓപ്പറേഷനിലൂടെ മാത്രമാണ് അത് കൂടുതലായി സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ലോകത്തുള്ള പല സംഘർഷ മേഖലയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരം ബാക്ക് ഡോർ ഓപ്പറേഷൻസിന് ഖത്തർ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം അന്താരാഷ്ട്ര നേതാക്കൾ, ലോകരാഷ്ട്ര നേതാക്കൾ ഈ രാജ്യത്തെ നേതൃത്വവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളോ വിവരങ്ങളോ നമുക്ക് ഇക്കാര്യത്തിൽ പങ്കുവെക്കാൻ പറ്റില്ല. എങ്കിൽ പോലും കുറച്ച് മുമ്പാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഖത്തർ അമീറിനെ വിളിച്ച് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഖത്തർ അമീറുമായി സംസാരിക്കുന്നു. വ്ളാദിമിർ പുടിൻ ഒക്കെ ഇക്കാര്യത്തിലൊരു നിലപാടെടുക്കുക, ഒരു ചർച്ചയ്ക്ക് ഒരു വഴിയൊരുക്കുക എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം അത്ര വലിയൊരു പ്രശ്നത്തിലൂടെയാണ് മധ്യേഷ്യയും അതുപോലെ തന്നെ മധ്യേഷ്യയുടെ ഇവിടുത്തെ പ്രശ്നങ്ങളുടെ ഭാഗമായി ലോകവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് രാഷ്ട്ര നേതാക്കൾ ഇടപെടുന്നത് പോലെയല്ല റഷ്യൻ പ്രസിഡന്റിനെ പോലെയുള്ള ലോകത്ത് തന്നെ പല കാര്യങ്ങളിലും ഒരു സേയുള്ള ഒരു നേതാവ് ഇക്കാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ. ഏതായാലും ഖത്തർ അമീറുമായി റഷ്യൻ പ്രസിഡന്റ് ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ രാജ്യം ആക്രമിക്കപ്പെട്ടു, അതിനോടുള്ള ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട്. എന്തെല്ലാം സഹായമാണ് വേണ്ടത് എന്ന കാര്യം എന്നതിൽ ആ സഹായങ്ങളൊക്കെ നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അമീർ ദിവാൻ പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബാക്ക് റൂം ചാനൽ വഴി ഈ നെഗോസിയേഷൻസ് ഒക്കെ നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി ഇന്ന് അന്താരാഷ്ട്ര മാധ്യമമായ CNN നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇനി ഇറാനുമായി ചർച്ചകളില്ല എന്നുള്ളതാണ്. കാരണം ഇറാൻ ഇവിടെ നേരിട്ട് അറ്റാക്ക് ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് നിലവിൽ ഖത്തർ സന്നദ്ധമല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തുള്ള വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഈ രാജ്യം പരിഹാരം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മാജിക്കിൽ തന്നെയാണ്, നയതന്ത്രപരമായ ആ മാജിക്കിൽ തന്നെയാണ് ലോകത്തിന് പ്രതീക്ഷയുള്ളത്. അക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. മഹേഷ്, അതാണ് ഒരു പക്ഷേ പ്രത്യക്ഷമായ ചർച്ചകൾ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ബാക്ക്ഡോർ ഡിപ്ലോമസി സ്വാഭാവികമായി ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ രഹസ്യ സ്വഭാവത്തിലുള്ള ചർച്ചകൾ, വിശ്വസ്തരായ ആളുകളെ പ്രതിനിധികളായി അയച്ചുകൊണ്ട് നടത്തുന്ന ചർച്ചകൾ, അത് പുറംലോകം അറിയാറില്ല. ആ തരത്തിലുള്ള ചർച്ചകൾ ഒരു പക്ഷേ വലിയ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഏത് കാലത്തും സഹായകരമായിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ സാധ്യതകൾ കൂടി ലോകരാഷ്ട്രങ്ങൾ ഈ കാര്യത്തിൽ സംഘർഷം അവസാനിപ്പിക്കാൻ തേടുന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം.